ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. റെസിൻ ജ്വല്ലറി മേക്കേഴ്സിന് അത്യാവശ്യം വേണ്ട ഐറ്റം ഏതാണെന്ന് അറിയാമോ? അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോഗിൾസ് ഇപ്പം അത്ര അത്യാവശ്യമില്ല, പക്ഷെ മാസ്ക് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഫ്യൂംസ് ഒക്കെ ഉണ്ടാവും, രണ്ടും കൂടി ഹാർഡ്നറും റെസിനും കൂടി മിക്സ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതിനകത്ത് ഫ്യൂംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, പലർക്കും പല അസുഖങ്ങളുണ്ടാവാം. നമ്മളുടെ ഹെൽത്താണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, ഹെൽത്ത് മര്യാദക്കിരുന്നാലേ. അപ്പോൾ ഇതിന് കെമിക്കലാണല്ലോ, അപ്പോൾ എന്തായാലും റിയാക്ഷൻ സംഭവിച്ച ഫ്യൂംസ് ഒക്കെ ഉണ്ടാവും. സോ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു ഐറ്റമാണ് മാസ്ക്. ഈ മാസ്ക് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക. ഇതും ബാക്കിൽ കൂടി ഇരുന്നു കേട്ടോ. ഞാനിത് യൂസ് ചെയ്യുമ്പോഴേക്കും കാണിച്ചു തരാം. ഇതൊരു ക്വാളിറ്റിയുള്ള ബ്രാൻഡിൻ്റെ തന്നെ മേടിക്കണം. നമ്മൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്യൂംസ് ഒക്കെ വന്നിട്ട് തലവേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ സ്മെല്ല് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നല്ല, ഇത് കെമിക്കലാണ്. സോ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് യൂസ് ചെയ്യണത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, എങ്ങനെയാ വെച്ചിട്ട് ഇങ്ങനെ ലിക്വിഡ് എടുക്കുക. ഈ സംഭവം ബാക്കി കൂടി തന്നെ കൊടുക്കണം കേട്ടോ. ഗോഗിൾസ്, ഓക്കെ. പിന്നെ ഗോഗിൾസ് ഇത് ഇങ്ങനെ കാണും, കെമിക്കൽ ആൻഡ് ഇതും മെയിനായിട്ട് യൂസ് ചെയ്യണം. ഇത് ഇല്ലെങ്കിലും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇത് മെയിനായിട്ട് വേണം കേട്ടോ. ഇതില്ലാണ്ട് ഒരു പണി നടക്കില്ല. ഫ്യൂംസ് ഒന്നും നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് പോകാതിരിക്കാനും നാളെ ഇതുകൊണ്ടിട്ട് വേറെ ബാഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്തിനെ മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. റെസിൻ ജ്വല്ലറി മേക്കിംഗ് സീരിയസ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ, ഇപ്പം ജ്വല്ലറി മേക്കിംഗ് തന്നെയല്ല കേട്ടോ. റെസിൻ വെച്ചിട്ട് നമുക്ക് ജ്വല്ലറി മാത്രമല്ല മേക്ക് ചെയ്യാൻ പറ്റുന്നത്, പല സാധനങ്ങളും മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറുതിന്ന് തുടങ്ങിയിട്ട് വലുതിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് എറർ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു എമൗണ്ടിൽ ഡ്രസ്സിന് ഇത്രയും കോസ്റ്റ്ലി ആണല്ലോ, അപ്പോൾ ആ എമൗണ്ട് മുടക്കി നമ്മൾ വലിയ ഇതിൽ കൊണ്ടുപോയിട്ടിട്ട് അന്ന് അറിയാൻ പാടാത്തത് ചെയ്തിട്ട് അത് സ്പോയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മണി വേസ്റ്റാണ്, അത് യൂസ് ഇല്ല. സോ ചെറുതി തുടങ്ങി ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് വരിക. അപ്പോൾ വലിയ പ്രൊഡക്റ്റൊക്കെ ചെയ്യുമ്പോഴേക്കും ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് എന്തായാലും ഒരെണ്ണം നല്ലത് തന്നെ മേടിക്കുക. അപ്പോൾ അതൊരു ലോങ് ടേം യൂസിന് അത് വളരെ ഹെൽപ്ഫുള്ളാകും. നമ്മളുടെ സേഫ്റ്റി നോക്കിയാൽ മാത്രം മതി. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണം, ഇത് യൂസ് ചെയ്യണം. മൈക്ക പൗഡറും പിഗ്മെൻ്റൊക്കെ യൂസ് ചെയ്യാൻ നേരത്ത് അതൊക്കെ ഇൻഹെയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലവർക്ക് പൗഡേഴ്സൊക്കെ അലർജി ആയിരിക്കും. മൈക്ക പൗഡേഴ്സൊന്നും ഗ്ലിറ്റേഴ്സൊക്കെ ഇല്ലേ, അതിനകത്ത് ചിലർക്ക് പൊടി അലർജി ഉള്ളവരുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനാ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞത്, നമ്മൾ സ്പ്ലാഷൊക്കെ ആവില്ല, പെട്ടെന്നൊക്കെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അറിയാണ്ടൊക്കെ നിലത്തോട്ട് വീണാൽ പെട്ടെന്ന് കണ്ണിലോട്ടാണ് വീണെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുന്ന സംഭവമാണ്. സോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണും പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾക്ക് പേടിക്കാണ്ടിരിക്കുക. അപ്പം ഗ്ലൗസ്, ഇത് മാസ്ക്, ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, UV റെസിൻ ചെയ്യണവർ കുറേ പേരുണ്ടാവല്ലോ. അപ്പോൾ UV ലൈറ്റ് എക്സ്പോഷറിൽ നിന്നൊക്കെ നമുക്കിത് ഗോഗിൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം തടയാം. ഇതും മസ്റ്റാണ്. നമ്മുടെ ഐയുടെ പ്രൊട്ടക്ഷനും മസ്റ്റാണ്, നമ്മുടെ ലെൻസിൻ്റെയും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഡ്രസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് എനിക്ക് കൂടുതൽ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം.